മാം വളരെ നല്ലൊരു ജേണി ആയിരുന്നു ലേൺവൈസിന്റെ ഒപ്പം. ഞാനൊരു എൻ്റെ ഒരു 25 ഇയർ ഉള്ളപ്പോ എന്റെ പഠിപ്പൊക്കെ നിർത്തിയിട്ട് പിന്നെ ഒരു 32 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അതിൻ്റെതായ കുറേ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പിലും അന മാമിന്റെ ഒരു സപ്പോർട്ടും ഒരു മോട്ടിവേഷനും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ എക്സാമിന്റെ സമയത്ത് എനിക്ക് പനി പിടിച്ച് ഞാൻ എക്സാം എഴുതണ്ട എന്ന് കരുതിയപ്പോ മാം പറഞ്ഞത് എല്ലാ സബ്ജക്റ്റും പാസ്സാവും കലാന്ന് ഉറപ്പുള്ള ഒരു കുട്ടിയാണ് എന്ന ഒരൊറ്റ വാക്കിലാണ് ഞാൻ ആ എല്ലാ എക്സാമും പോയി എഴുതിയതും പാസ്സായതും. അതുപോലെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴൊക്കെ മാമിന്റെ വളരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ഫാമിലിയിലത്തെ ഒരാളെ പോലെ തന്നെയാണ് മാം ഓരോ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് ഇയർ എക്സാമിന്റെ ഫസ്റ്റ് ഇയർ എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു എക്സാം. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഗ്യാപ്പ് കിട്ടി. എന്നാലും ഒരു എക്സാം മാത്രമാണ് അങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. പിന്നെ മറ്റേ പ്രവീണ മാം പറഞ്ഞ പോലെ പോസിറ്റീവ് സൈക്കോളജി ഒരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എങ്ങനെ ഇത്രയധികം പഠിക്കുന്നു, അതുപോലെ എങ്ങനെ ഓർത്തു വെക്കുന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എല്ലാം നന്നായിട്ട് മനസ്സിലാവുകയും എല്ലാ കൺസെപ്റ്റും എല്ലാം അറിയാം, പക്ഷെ എക്സാമിന്റെ സമയത്ത് അത് എങ്ങനെ ഓർത്ത് ഓരോ പോയിന്റ് എഴുതുന്നുള്ളതായിരുന്നു. എന്നാലും ഒരുവിധമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എക്സാമിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാനുണ്ടായിരുന്ന സെഷൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ആ സമയത്ത് നമുക്കൊരു ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചതെല്ലാം നമ്മൾ പോകും. അപ്പൊ അതുകൊണ്ട് ലേൺവൈസ് ആ രീതിയിൽ വളരെ നല്ലൊരു സെഷനായിരുന്നു അത്. എന്നെ സംബന്ധിച്ചത് ഞാനത് പ്രാക്ടീസ് ചെയ്യും. എക്സാം ആയപ്പോഴേക്കും വളരെ കൂളായി പോയി എഴുതാനായിട്ട് എനിക്ക് പറ്റി. അപ്പൊ അതുകൊണ്ട് ഈ ജേണിയില് മാമിന് വളരെ എന്താ പറയാ അത്രയും നല്ലൊരു പങ്ക് മാം വഹിച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്യാപ്പിന് ശേഷം നമ്മളൊരു കുട്ടികളെ പോലെ അല്ലല്ലോ, പ്രായമായവരെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും എക്സാമിനെ നേരിടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഞാനത് സക്സസ്ഫുള്ളി ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ അതിന് മാമിന് ഭയങ്കര വലിയൊരു താങ്ക് യു.